നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതോടുകൂടി സഞ്ജു സാംസൺ ആണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം. തുടക്കത്തിൽ അഭിഷേക് ശർമ്മയെയും ഇഷാൻ കിഷനെയും നഷ്ടപ്പെട്ട് പ്രതിരോധത്തിലായ ഇന്ത്യക്ക് 50 പന്തിൽ പുറത്താവാതെ സഞ്ജു നേടിയ 97 റൺസാണ് സെമി ഫൈനൽ ബർത്ത് സമ്മാനിച്ചത്. 4 സിക്സറുകളും 12 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ്. മത്സരത്തിലെ താരവും സഞ്ജുവായിരുന്നു. അവസാന ഓവറിൽ 7 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. റൊമാരിയോ ഷെപ്പേർഡിന്റെ ആദ്യ പന്ത് തന്നെ സഞ്ജു സിക്സർ പറത്തി, പിന്നാലെ ഒരു ഫോറും. ഇന്ത്യ 5 വിക്കറ്റ് ജയത്തോടുകൂടി സെമിയിലേക്ക് കുതിച്ചു. ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ സഞ്ജു സാംസണെ ആവേശത്തോടുകൂടിയാണ് സഹതാരങ്ങൾ വരവേറ്റത്. അതിൽ ആരാധകരെ ഏറ്റവും ത്രസിപ്പിച്ചത് നായകൻ സൂര്യകുമാർ യാദവിൻ്റെ പെരുമാറ്റമായിരുന്നു. ഇന്ത്യൻ ക്യാപ്പ് ഊരി തലകുനിച്ച് അഭിവാദ്യം ചെയ്യുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ദൃശ്യങ്ങൾ വൈറലാണ്. 2 കൈയും ഉയർത്തി തല കുമ്പിട്ട ശേഷം സൂര്യകുമാർ തൊപ്പി തലയിൽ നിന്ന് ഊരുകയായിരുന്നു. ചിരിയോടുകൂടി അടുത്തെത്തിയ സഞ്ജു ക്യാപ്റ്റനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. BCCI അടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. മത്സരശേഷം നടന്ന പുരസ്കാര വിതരണ ചടങ്ങിലും സഞ്ജുവിനെ സൂര്യകുമാർ യാദവ് വാനോളം പുകഴ്ത്തി. ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന നല്ല ആളുകൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ അവനെ കണ്ടപ്പോഴും ഞാൻ അത് പറഞ്ഞു. അത് അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. കളിക്കാതിരുന്ന സമയത്ത് അവൻ ചെയ്ത കാര്യങ്ങളുടെ ഫലം ശരിയായ ഘട്ടത്തിൽ അവന് ലഭിച്ചു. അവൻ ബാറ്റ് ചെയ്ത രീതി ടീമിനെ പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിച്ചു, സൂര്യകുമാർ യാദവ് കൂട്ടിച്ചേർത്തു. തീർച്ചയായും ഇതൊരു മികച്ച അനുഭവമായിരുന്നു. നമ്മുടെ ടീം കാണിച്ച മനോഭാവം മികച്ചതായിരുന്നു. നല്ല മനുഷ്യന്മാർക്ക് നല്ലത് സംഭവിക്കും, കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇത്രയുമാണ് സംഭവിച്ചത്. അതേസമയം സൂപ്പർ 8 റൗണ്ടിന് മുന്നേ സഞ്ജുവിനെ പ്ലേയിങ് 11ലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ സൂര്യ അത് ചിരിച്ചു തള്ളിയത് സൈബർ ലോകത്ത് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. സൂര്യകുമാർ അന്ന് പറഞ്ഞതിൻ്റെ വീഡിയോയും ഇന്ന് ക്യാപ്പൂരി തലകുനിക്കുന്നതിൻ്റെ വീഡിയോയും ചേർത്ത് പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ സൂപ്പർ 8 പോരാട്ടത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ഈ സംഭവം നടന്നത്. 2020 ലോകകപ്പിൽ അതുവരെയുള്ള ഇന്ത്യയുടെ മോശം തുടക്കങ്ങളെക്കുറിച്ചും സഞ്ജുവിനെ 11ലേക്ക് തിരികെ കൊണ്ടുവരാനായി പദ്ധതിയുണ്ടോ എന്നും ഒരു മാധ്യമപ്രവർത്തകൻ സൂര്യയോട് ചോദിച്ചിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ നമീബിയയ്ക്കെതിരായ ഒരു മത്സരത്തിൽ മാത്രമാണ് സഞ്ജു കളിച്ചത്. അഭിഷേക് ശർമ്മയ്ക്ക് വയറുവേദനയെ തുടർന്ന് മത്സരം നഷ്ടമായപ്പോൾ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. അതിൽ സഞ്ജു 8 പന്തിൽ 22 റൺസ് നേടിയിരുന്നു. എന്നാൽ അതിന് സൂര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അഭിഷേകിന് പകരം ഞാൻ അവനെ ഉൾപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ചിരിയോടുകൂടി സൂര്യ മറുപടി നൽകി. 3-ാം നമ്പറിൽ കളിപ്പിക്കാമെന്ന് റിപ്പോർട്ടർ നിർദ്ദേശിച്ചപ്പോഴും സമാനമായ മറുപടിയാണ് ക്യാപ്റ്റൻ നൽകിയത്. ഓ, അപ്പോൾ ഞാൻ തിലകിന് പകരം അവനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നും സൂര്യ ചോദിച്ചു. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷാൻ, തിലക് വർമ്മ എന്നിവരെ നിലനിർത്തുന്നതിനെ സൂര്യ ന്യായീകരിച്ചു. സൂപ്പർ 8 ഘട്ടത്തിൽ പവർ പ്ലേയിലെ ബാറ്റിംഗ് പ്രശ്നങ്ങൾക്ക് ടീം പരിഹാരം കാണുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഉണ്ടായിരുന്നു. സൂര്യയുടെ ഈ പ്രതികരണം അന്നു തന്നെ വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് സഞ്ജുവിനെ പ്ലേയിങ് 11ലേക്ക് തിരികെ കൊണ്ടുവരാനായി ടീം മാനേജ്മെൻറ്റ് നിർബന്ധിതരായത്. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു നൽകിയ തുടക്കം ടീമിൻ്റെ വിജയത്തിന് നിർണായകമായി. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ നിർണായക ഇന്നിംഗ്സ് കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലത്തെ മത്സരത്തിന് ശേഷം സഞ്ജു തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയുണ്ടായി. സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ലോകം മുഴുവൻ ഞാനായതായി തോന്നുന്നു. രാജ്യത്തിനായി കളിക്കുവാൻ സ്വപ്നം കണ്ട ദിവസം മുതൽ ഞാൻ കാത്തിരുന്ന ദിവസമാണിത്. ഞാൻ കടപ്പെട്ടിരിക്കും. എൻ്റെ യാത്രയിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ സംശയിച്ചിരുന്നു. എന്ത് സംഭവിക്കും, എനിക്ക് സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് തുടർന്നു. ഇന്ന് എന്നെ അനുഗ്രഹിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ വളരെ സന്തോഷവാനാണ്, സഞ്ജു പറഞ്ഞു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.